സർ, SSLC എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഇതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. പക്ഷേ എപ്പോൾ പഠിച്ചു കൊടുക്കണമെന്നതിന് ഉത്തരം തരുന്നതിന് മുമ്പ് ആദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ എയിം എന്താ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? 10ാം ക്ലാസ്സിൽ വന്നിട്ട് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഒന്ന്, 10ാം ക്ലാസ് ഇങ്ങനെ പഠിച്ചു പോകണം, പാസ്സൊക്കെ ആവണം, വീട്ടുകാരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം, മൊത്തത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഇങ്ങനെ കഴിച്ചിലായി പോകണം. അതേ ഉള്ളൂ നിങ്ങളുടെ വിഷയമെങ്കിൽ, ജസ്റ്റ് പാസ്സായി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മോശമില്ലാത്ത ഗ്രേഡൊക്കെ കിട്ടിയാൽ നല്ലത്, അതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എപ്പോൾ പഠിച്ചാലും കുഴപ്പമില്ല. സ്കൂളൊക്കെ തുടങ്ങി മെല്ലെ പഠിച്ചു തുടങ്ങിയാൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ നിങ്ങളുടെ എയിം അതല്ല, എനിക്ക് 10ാം ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് ഫുൾ A+ തന്നെ വാങ്ങണം. ഓക്കെ, ഫുൾ A+ ആണ് ഏറ്റവും എനിക്ക് വാങ്ങാൻ പറ്റിയ മാക്സിമം. അത് പോസിബിളാണ്. ആയിരക്കണക്കിന് കുട്ടികൾ എല്ലാ വർഷവും ഫുൾ A+ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇനിയുള്ള എൻ്റെ പഠനത്തിൽ +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഇനി അങ്ങോട്ടുള്ള കോളേജിലെ പഠനം ആയിക്കോട്ടെ, എല്ലാത്തിലേക്കും ഈ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയാൽ എനിക്ക് ഭയങ്കര അധികം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ബോധം ഉള്ളാലെ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും സ്കൂൾ തുടങ്ങുന്നവരെ കാത്തിരുന്നാൽ മതിയാവില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം പല കാരണങ്ങളാണ്. പക്ഷേ അതിൽ ഫസ്റ്റ് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ A+ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് വാങ്ങിച്ചെടുക്കുക ഒരു കുട്ടി? അതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, A+ വാങ്ങണമെങ്കിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാത്ത കുട്ടി A+ കിട്ടും തോന്നുന്നുണ്ടോ? ആക്ച്വലി കിട്ടും. എങ്ങനെ സാർ കിട്ടുക? പണ്ടത്തെ രീതിയിലായിരുന്നെങ്കിൽ ഈ A+ കിട്ടാൻ വേണ്ടിയിട്ട്, അത് 2-3 വർഷം മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ, കോവിഡ് ബാച്ച് ശേഷമുള്ള 2-3 ബാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഒന്നും വേണ്ടായിരുന്നു. അവസാനം ഒരു സർക്കസ് കളിച്ച് സാമാന്യം ഒരു എബവ് ആവറേജ് ബുദ്ധിയൊക്കെ ഉള്ളൊരു കുട്ടിക്ക് വേണമെങ്കിൽ ഈ കോൺസെപ്റ്റ് ഒന്നും അറിയാണ്ടും ബൈഹാർട്ട് പഠിച്ചു വരിക കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കഴിഞ്ഞ വർഷം മുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. കാര്യങ്ങൾ കുറച്ചും കൂടി ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഈവൻ 9ാം ക്ലാസ്സിലെ എക്സാമിൽ നിങ്ങൾ കണ്ടു, അത്ര സിമ്പിളായിട്ടല്ല, നമ്മൾ പഠിക്കുന്ന പോലെ അല്ല പരീക്ഷയിൽ ചോദ്യം വരുമ്പോഴുള്ള കുറച്ച് ട്വിസ്റ്റൊക്കെ ചെയ്ത് ശരിക്കും ആ സംഗതി കോൺസെപ്റ്റ് മനസ്സിലായ കുട്ടിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഇത് ഒന്നും കൂടി ലെവലപ്പ് ചെയ്യും. അത് നന്നായിട്ട് കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് A+ കിട്ടാൻ പാടുള്ളൂ എന്ന രീതിയിലാണ് ചോദ്യങ്ങളുള്ളത്. മറ്റേ B+ പാസ്സാവണമെങ്കിലൊന്നും അത്ര ആവശ്യമില്ല കാര്യമല്ല. അത് നിങ്ങൾക്ക് അല്ലാണ്ടൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയാലും കിട്ടും. പക്ഷേ A+ കിട്ടണമെങ്കിൽ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സാർ, അതും ഈ വീഡിയോ ആയിട്ട് എന്താ ബന്ധം? ഈ വീഡിയോയിൽ നമ്മൾ ചോദിക്കാൻ സാറ് പറയാൻ പോകുന്നത് എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നല്ലേ? എടാ, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇത് ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്തിലുണ്ട്? എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാക്കണ്ടേ? ഒരു സബ്ജക്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? ഫിസിക്സിൽ, ബയോളജിക്ക്, സോഷ്യലിൽ. സോഷ്യൽ എന്താ കോൺസെപ്റ്റ് ക്ലാരിറ്റി? സോഷ്യലിൽ വരെ എന്താണ് ബൈഹാർട്ട് പഠിച്ച് പോയിക്ക് A+ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കേണ്ട. അപ്പം അവിടെ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പല കാര്യങ്ങളും. പക്ഷേ ഈവൻ മാത്സിലും, സോഷ്യലിൻ്റെ കാര്യം പോട്ടാൻ വിചാരിക്കും, മാത്സിൽ വരെ ബൈഹാർട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ശരിക്കും മനസ്സിലാക്കുന്ന കുട്ടിക്ക് നടക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ എല്ലാ സബ്ജക്ട്സിനും എല്ലാ ചാപ്റ്ററിനും, ഫിസിക്സിലെ 6 ചാപ്റ്ററിൽ, മാത്സിലെ 10-12 ചാപ്റ്ററിൽ ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ സമയം വേണം. മനസ്സിലായില്ലേ? ഇതിൽ സമയം വേണ്ടേ? സമാധാനമായിട്ട് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ. അതിന് യൂണിറ്റ് ടൈം. അത് സ്കൂള് തുടങ്ങുന്നവരെ, ക്ലാസ് തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്താൽ മതിയാവില്ല. രണ്ടാമത്തെ കാര്യം, A+ കിട്ടണം എന്ത് വേണം? ഈ കോൺസെപ്റ്റും പിടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. പരീക്ഷ വരാൻ പോകുന്ന ലെവലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. SCERT ഒഫീൽ എന്ന സാമ്പിൾ പേപ്പർ ഉണ്ട്. അതിൽ ഇഷ്ടംപോലെ 3 സെറ്റ് സാമ്പിൾ പേപ്പർ എന്നുണ്ട്. വെറുതെ ഫ്രീ ആയ ഒരു പേപ്പർ നേരത്തെ തരുന്ന പോലെയാണ്. പക്ഷെ അത് നേരത്തെ ചെയ്ത് പഠിക്കണം. പരീക്ഷയുടെ തലേന്ന് പോയി നോക്കി ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് ചെയ്ത് പഠിക്കണം. അതല്ലാതെ ക്വസ്റ്റ്യൻസും പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കണം. പല ക്വസ്റ്റ്യൻസും പബ്ലിക് എക്സാമിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും എക്സാമിൻ്റെ തലേന്ന് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ യൂണിറ്റ് സമയം വേണ്ടോ? അതൊക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വന്നിട്ട് ടൈം വേണ്ടേ? അപ്പോൾ അതിന് നേരത്തെ ചെയ്തുള്ള ഗുണം, അതായത് സ്കൂൾ തുടങ്ങിയിട്ട് പഠിച്ചു തുടങ്ങിയാൽ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സ്ട്രഗിൾ ആയിരിക്കും. നേരത്തെ തുടങ്ങിയാൽ ഇതൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. കാരണം നിങ്ങൾ സ്കൂൾ തുടങ്ങുമ്പോഴത്തേക്ക് 1-2 ചാപ്റ്റർ നിങ്ങൾ തീർത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇത് ചെയ്യണമെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങണം. മൂന്നാമത്തെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും എക്സാം ടൈമിൽ എന്ത് വേണ്ടി വരും? അതൊക്കെ ഒന്നും കൂടി ബ്രഷപ്പ് ചെയ്തെടുക്കണ്ടേ? ആദ്യം പഠിച്ച പല കാര്യങ്ങളും മറന്നു വരുന്നുണ്ടാവും. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ചോദ്യങ്ങൾ ചെയ്തിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ മറന്നു വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി റിവിഷൻ വേണ്ടേ? മിനിമം നമുക്ക് ജാനുവരി അല്ലെങ്കിൽ റിവിഷൻ ചെയ്ത് തുടങ്ങണ്ടേ? എന്നാലേ ആ A+ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റേത് A+ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടിയിലായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പല കുട്ടികളും പേടിയില്ല. അങ്ങനെ അതെന്തുകൊണ്ടാണ്? ഉറപ്പില്ല. കാരണം ഓർമ്മയില്ല കാര്യങ്ങൾ പലതും. ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്കും മറന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിന് റിവിഷൻ ചെയ്യാൻ വേണ്ടി സമയം വേണം. സമയമില്ലാതെ അവസാനം ഇനി സാർ ഇനി എക്സാമിന് 3 ദിവസമുള്ളൂ, ഇനി പഠിച്ച A+ കിട്ടും? ഇല്ല, കിട്ടില്ല. എങ്ങനെ കിട്ടാനാ? അങ്ങനെയാണ് എല്ലാവർക്കും A+ കിട്ടില്ലേ? അപ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി യൂണിറ്റ് ടൈം, ഇതൊക്കെ സമയം മതി. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൽ വരും. നിങ്ങൾക്കറിയാം, ഓരോ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് ടോപ്പിക് ബേസ്ഡ് ക്ലാസ് നമ്മുടെ ആപ്പിലുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആപ്പിലുണ്ട്.
കഴിഞ്ഞ വർഷം വന്ന ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പബ്ലിക് എക്സാം 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് വീഡിയോ സൊല്യൂഷൻ ക്ലാസ്സിലുണ്ട്. ആരാണോ പഠിപ്പിക്കുന്നത് ആ ടീച്ചർ തന്നെ എടുത്തു തരും. SCRT സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാ ചോദ്യങ്ങളും വീഡിയോ സൊല്യൂഷൻ, പഠിപ്പിക്കുന്ന സൊല്യൂഷൻ. വെറുതെ PDF ഒന്ന് പോയി പഠിക്കാനല്ല പറയുന്നത്, ആക്ച്വലി പഠിപ്പിക്കും ക്ലാസ്സിൽ. ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കാൻ സമയം വേണ്ടോ? സമയമില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാം? 10ാം ക്ലാസ്സിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് റിവിഷൻ ബാച്ചും ഫ്രീ ആണ്, ക്വസ്റ്റ്യൻ ബാങ്കും ഫ്രീ ആണ്, മൊത്തം ബുക്കും ഫ്രീ. ഇതൊക്കെ പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്ന സമയമാണ്. പോയിന്റ് ഈസ് ടൈം വേണമെങ്കിൽ, ഇത് ചെയ്യാൻ വേണ്ടി ടൈം വേണമെങ്കിൽ സ്കൂൾ തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് ഏർലി. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബാച്ചും April 17 നമ്മൾ ബാച്ച് ലോഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റും അത്രത്തോളം പെട്ടെന്ന് തുടങ്ങുക. ഞാൻ പറയുകയാണെങ്കിൽ മിനിമം നിങ്ങളൊരു April എൻഡോടുകൂടെയെങ്കിലും നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് ഡിലേ ചെയ്യാൻ പറ്റുന്ന May 1st വീക്ക് വരെയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിലേ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള സമയം കിട്ടില്ല. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം മൊത്തം ഇയർ. അതിനേക്കാളും ഭേദം നേരത്തെ തുടങ്ങുക. പറ്റുമെങ്കിൽ April 17 തന്നെ നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക, വേഗം അഡ്മിഷൻ എടുക്കുക, പണി തുടങ്ങുക. സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഈ സാധനം വാങ്ങിച്ചെടുക്കാം. 2 രീതിയിൽ A+ വാങ്ങിച്ചെടുക്കാം. ഒന്നിങ്ങനെ കഷ്ടപ്പെട്ട് ടെൻഷൻ ഇങ്ങനെ വാങ്ങാം, ഗ്രൈൻഡ് ചെയ്ത് വാങ്ങാം. അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് ഓരോ ദിവസവും ഒരു 1-2 മണിക്കൂർ എഫേർട്ട് എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് അല്ലാത്ത സമയം ചില്ലടിച്ചിട്ട് അങ്ങനെ A+ വാങ്ങുന്ന കുട്ടികളുണ്ട്. അതിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് വാങ്ങണം എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ രീതി റിലാക്സ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ April 17 ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ തന്നെ പണി തുടങ്ങുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോൾ തുടങ്ങണം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരു സാമാന്യ ഡീസൻ്റ് ആയുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എപ്പോഴാണ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് 17th ബാച്ച് ലോഞ്ചിൽ കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.